ഇത് രംഗം 1. നമ്മുടെ മുഖ്യമന്ത്രി സതീശൻ സാറ് ഗുരുവായൂർ അമ്പലത്തിലാണെന്ന് തോന്നുന്നു ദർശനത്തിന് വന്ന രംഗമാണ്. അവിടെ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിൻ്റെ ആരാധകന് ആരാധന മൂത്ത് ആ ക്ഷേത്രനടയിൽ VDSA നേതാവേ എന്ന് ഉച്ചത്തിൽ വിളിക്കുന്ന ഭാഗമാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം വന്നത് ക്ഷേത്രനടയിലേക്ക് കാറിലാണ്. സാധാരണ VIPസിന് മാത്രം അനുവദനീയമാണോ എന്നറിയില്ല. അത് കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് ക്ഷേത്രനട വരെ അദ്ദേഹം കാറിൽ വരുന്നുണ്ട്. സാധാരണക്കാർക്ക് എന്തായാലും അനുവദനീയമല്ല. എന്നാൽ ഒരു പക്ഷേ ഇതുപോലെയുള്ള VIPകൾക്കൊക്കെ അതുവരെ വരാനുള്ള അനുവാദം ദേവസ്വം കൊടുക്കുന്നുണ്ടായിരിക്കാം. അതെന്തുമാകട്ടെ, അതല്ല നമ്മുടെ വിഷയം ഇതാണ്. അദ്ദേഹത്തിന് ഈ ക്ഷേത്രനടയിൽ ഗുരുവായൂരപ്പ കാത്തോളണേ എന്നൊക്കെ ഭക്തന്മാർ നീട്ടി വിളിക്കുന്ന ആ ക്ഷേത്രനടയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ഒരു അനുയായിയാണെന്ന് തോന്നുന്നു ഉറക്ക ഉച്ചത്തിൽ വിളിക്കുകയാണ് VDSA നേതാവേ എന്ന് വിളിക്കുന്ന ആദ്യ ഭാഗം. ഇത് എന്തായാലും അദ്ദേഹം പറഞ്ഞേൽപ്പിച്ച് ചെയ്തതായിരിക്കില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ഏതോ വിവരം കെട്ട ഒരാൾ ആരാധന മൂത്ത് വിളിക്കുന്ന ഭാഗമാണ്. ഇതിൻ്റെ പേര് ദോഷം ആ വിളിച്ച ആൾക്കല്ലല്ലോ, സതീശൻ സാറിനല്ലേ. ഇനി മറ്റൊരു ഭാഗം കൂടെ കണ്ടതിന് ശേഷം നമുക്ക് ഈ വിഷയത്തിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടു നോക്കൂ. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മുഖ്യമന്ത്രി VD സതീശൻ സലിം കുമാറിന് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരിക്കുന്നു പറവൂർ ടൗൺ ഹാളിലേക്ക്. ഏറ്റവും ഒടുവിൽ സലിം കുമാർ പങ്കെടുത്ത പൊതുപരിപാടി VD സതീശനെ അനുമോദിക്കുന്ന ആ ചടങ്ങായിരുന്നു. ആദരിക്കുന്നതിന് ആ സമയത്ത് അവസാനമായി ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത് അന്ന് അദ്ദേഹം ക്ഷീണിതനായിരുന്നു. പക്ഷെ അപ്പോൾ പോലും ആ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുകയും സംസാരിക്കുകയും ചെയ്ത സലിം കുമാറിനെയൊക്കെ മുഖ്യമന്ത്രി ഓർക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ VD സതീശൻ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. PC വിശ്വനാഥ്, ഹൈബീഡൻ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിനൊപ്പമുണ്ട്. നേരത്തെ മുതൽ തന്നെ PC വിശ്വനാഥും ഹൈബീഡനുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. ഇത് രണ്ടാമത്തെ രംഗം. ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സതീശൻ സാറ് ഏതാണ്ട് അധികാരമേറ്റ് അധികം ദിവസമാകുന്നതിന് മുമ്പ് തൻ്റെ സ്നേഹിതനും സിനിമാ നടനുമായ സലീം കുമാർ അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തെ അവസാനമായി ഒരു നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായിട്ട് ആ ഭൗതിക ശരീരം കിടന്ന സ്ഥലത്തേക്ക് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സതീശൻ സാറിനോടുള്ള ആരാധന മൂത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അനുയായി പൂമാലയിട്ട് സ്വീകരിക്കുന്ന ഒരു സീനാണ് ഇപ്പം നമ്മൾ കണ്ടത്. എന്തുമാത്രം വഷളത്തരമായ ഒരു സീനാണെന്ന് നോക്കൂ. സമയവും സന്ദർഭവും സാഹചര്യവും ഒന്നും നോക്കാതെ ഈ അനുയായികൾ കാണിച്ചു കൂട്ടുന്ന ഇത്തരം വഷളത്തരങ്ങളുണ്ടല്ലോ, അതിൻ്റെ ചീത്തപ്പേര് മുഴുവൻ പേറേണ്ടി വരുന്നത് ഈ നേതാക്കളാണ്. ഈ സതീശൻ സാറാണ് ഇവിടെ അത്തരം ഒരു ചീത്തപ്പേര് വാങ്ങേണ്ടി വരുന്നത്. ഈ അണികൾ ഈ വിധത്തിൽ പെരുമാറുന്നതിനെ പറ്റി നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് അഭിപ്രായം? ഇങ്ങനെ പെരുമാറുന്നത് ശരിയാണോ? ഇങ്ങനെ ഇവർ പെരുമാറിയാൽ അതിൻ്റെ പേര് ദോഷം ആർക്കാണ് ഉണ്ടാവുക? ഈ പെരുമാറുന്നവർക്കാകാനുള്ള സാധ്യത തീരെ കുറവാണ്. അവരെ ആർക്കും അറിയില്ല. അറിയുന്നത് നേതാക്കന്മാരെയാണ്. അവരെ പറ്റിയാണ് ആരും മോശം വിചാരിക്കുക, ജനങ്ങൾ മോശം വിചാരിക്കുക. അല്ലെങ്കിൽ തന്നെ സതീശൻ സാറിനെ സംബന്ധിച്ചിടത്തോളം ഈ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയത് തന്നെ പാർട്ടിക്കകത്ത് ഒരുപാട് അംഗം വെട്ടിയിട്ടാണ്. നാട്ടുകാരുടെ കൂടെ സഹായം കൊണ്ടാണ് അദ്ദേഹം ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിയതെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോഴും നിരന്തരം ആ പാർട്ടിക്കുള്ളിൽ നിന്ന് പല വിധത്തിലുള്ള വെല്ലുവിളികളും അദ്ദേഹം നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ടെന്നും അറിയാം. കൂടാതെ സ്വന്തം പ്രവൃത്തി കൊണ്ടുള്ള ചില ദോഷങ്ങളും അദ്ദേഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ കൂടാതെയാണ് ഇത്തരം ചില പ്രവൃത്തികൾ അദ്ദേഹം പോകുന്ന വഴിക്കൊക്കെ അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ഇത് ശ്രദ്ധിക്കേണ്ടത് അണികൾ തന്നെയാണ്. അവർ സ്വയം നിയന്ത്രിക്കുകയാണ് വേണ്ടത്. ഇതെല്ലാം പ്രാദേശിക തലത്തിൽ തങ്ങളുടെ അണികളോട് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യേണ്ടതാണ്. ഇപ്പം ഇവിടെ ഈ സതീശനെ സംബന്ധിച്ചോളം സ്വന്തം കോൺഗ്രസ് പാർട്ടിയിൽ കണ്ടതുകൊണ്ട് നമ്മൾ ഈ കാര്യം എടുത്തു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏത് പാർട്ടിയിലായാലും സ്ഥലവും സന്ദർഭവും സാഹചര്യവും നോക്കാതെ ഈ വിധത്തിൽ പെരുമാറിക്കൂടാ. സതീശൻ സാറ് ദൈവദർശനത്തിന് പോകുമ്പോൾ ആ അമ്പലനടയിൽ വെച്ച് VDSA നേതാവേ എന്നൊക്കെ ഉറക്കെ വിളിക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ അതിൽ പരം ഒരു വഷളത്തരം എന്താണുള്ളത്?
അതുപോലെ തന്നെയാണ് മരിച്ചു കിടക്കുന്ന സലീം കുമാറിനെ കാണാനെത്തുന്ന ഈ സതീശൻ സാറിനെ പൂമാലയിട്ട് സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ എന്തുമാത്രം ഒരു വഷളത്തരമായ ഒരു പെരുമാറ്റമാണെന്ന് നമുക്ക് ആലോചിച്ചിട്ട് മനസ്സിലാകുന്നേയില്ല. ഈ വിധത്തിൽ പെരുമാറാനായിട്ട് ഈ പാർട്ടി ഈ അണികളെ എങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുണ്ടാവുക? അദ്ദേഹം ആ മാലയും പിടിച്ച് നിൽക്കുന്നത് അവിടുത്തെ കോൺഗ്രസ്സുകാരും കണ്ടു കാണില്ലേ? മറ്റു നേതാക്കളാരും കണ്ടു കാണില്ലേ? അവരുടെ മൗനാനുവാദത്തോടു കൂടിയാണോ ചെയ്തിട്ടുണ്ടാവുക? അമ്പലനടയിൽ ഒരു പക്ഷേ ഇയാൾ ചിലപ്പോൾ ഈ മുദ്രാവാക്യം വിളിക്കുന്ന കൂടെ നിന്നവർ വിചാരിച്ചു കാണില്ല. പക്ഷെ മറ്റേ സ്ഥലത്ത് എന്തായാലും ഈ പൂമാലയും പിടിച്ച് ഈ മനുഷ്യൻ നിൽക്കുന്നത് അവിടുത്തെ മറ്റു കോൺഗ്രസ് നേതാക്കൾ കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ പാർട്ടിയെ ഗ്രഹിച്ചിരിക്കുന്ന എന്തോ ഒരു കുറവ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ആ പാർട്ടി ചിന്തിച്ചാലും അത് തിരുത്തിയാലും ആ പാർട്ടിക്ക് കൊള്ളാം. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.